കിയ കാരൻസ് ക്ലാവിസ്. കാരൻസ് എന്ന് പറയുന്ന മോഡലിൻ്റെ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു വേർഷനാണ്. അതാണ് ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ളത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം തന്നെ ഒരു സംശയം അവസാനിപ്പിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരൻസ് എന്ന് പറയുന്ന കിയയുടെ ലൈനപ്പിൽ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ആ മോഡൽ അത് അതേപോലെ തന്നെ സെയിലുണ്ടായിരിക്കും. ക്ലാവിസ് എന്ന് പറയുന്ന കാരൻസിൻ്റെ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ഈ ഒരു വേർഷനും സെയിലുണ്ടായിരിക്കും. അതുകൊണ്ട് കാരൻസ് നിർത്തി പോകുമെന്നുള്ള ധാരണ ആർക്കും വേണ്ട. അത് സെയിൽ ചെയ്യുമെന്ന് തന്നെയാണ് കിയ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള കാരൻസുമായിട്ട് ഡയമണ്ട് ഷെഡിൽ ഈ വണ്ടി സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല ക്ലാവിസ്. എന്നാൽ കുറച്ചധികം ചേഞ്ചുകളും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറയാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഷേപ്പ് അത് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പാണ്. ഇതിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്യാരക്ടർ ലൈനുകളും അതുപോലെ തന്നെ ഷാർപ്പ് എഡ്ജുകളും ഒക്കെ കുറച്ചും കൂടി കൂടുതൽ വന്നിട്ടുള്ള മറ്റൊരു ഫേസ് അല്ലെങ്കിൽ മറ്റൊരു കൊറിയൻ ഫേസ് ആണ് ക്ലാവിസിനകത്ത് വന്നിട്ടുള്ളതാണ്. കൊറിയൻ ഫേസ് എന്ന് ഞാൻ പറയാൻ കാരണം കിയ എന്ന് പറഞ്ഞാൽ ഒരു കൊറിയൻ ബ്രാൻഡാണ് എന്നുള്ളതുകൊണ്ടാണ്. എനിവേ ഹെഡ്ലാമ്പിലേക്ക് വരാം. ഹെഡ്ലാമ്പ് യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ കാരൻസിൽ കണ്ട ഹെഡ്ലാമ്പ് യൂണിറ്റ് അല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഒരു ഐബ്രോ ഷേപ്പ്ഡ് DRL യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസ് ക്യൂബ് ടൈപ്പ് LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ്. അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു DRL പാറ്റേൺ കാണാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ DRL വരുന്നത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് കണക്റ്റിംഗ് DRL എന്നുള്ള പാറ്റേണിലല്ല വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ഭാഗം ശരിക്കും നമ്മൾ ഇവിടേക്ക് ഒരു സിറോസ് ഫീല് വരുന്നുണ്ട്. ബട്ട് സിറോസിൻ്റെ ഹെഡ്ലാമ്പ് പോലെ സൈഡിലേക്ക് കയറി നിൽക്കുന്നില്ല എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കിയയുടെ പുതിയ ലോഗോ കാണാം. ക്യാമറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ വ്യൂ വരുന്നുണ്ട്. അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 20ഓളം ഫീച്ചറുകളിലെ അഡാസ് ആണ് വരുന്നത്. അതിൻ്റെ ഒരു ക്യാമറ ടോപ്പിലും നമുക്ക് കാണാൻ കഴിയും. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബമ്പറിനെ കുറിച്ച് കൂടി പറയാം. നേരത്തെ ഉണ്ടായിരുന്ന ബമ്പർ പാറ്റേൺ അല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ. അതിനകത്ത് പുതിയ എലമെൻറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഹണികോം ഗ്രിൽ പാറ്റേൺ ആയിരുന്നു കാരൻസിനകത്ത് ഉണ്ടായിരുന്നത്. അതൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ സ്ലാറ്റ് പോലത്തെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് കൂടി വരാം. ഗ്രില്ലേക്ക് വരുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പിയാനോ ബ്ലാക്ക് പോലത്തെ ഒരു ഏരിയ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് DRLകൾ കണക്ട് ചെയ്തുകൊണ്ടൊരു പിയാനോ ബ്ലാക്ക് ഏരിയ ഒക്കെ ആയിരുന്നു. അതൊക്കെ തന്നെയും പുതിയ ക്ലാവിസിലേക്ക് വരുന്ന സമയത്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു കൊറിയൻ ഫേസ് എന്ന്. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന സെയിം ലെങ്ത് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈൽ ഏറെക്കുറെ സെയിം തന്നെയാണ്. എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ ആളുകളൊക്കെ വേണമെന്ന് പറഞ്ഞ ചേഞ്ച് വീലിൻ്റെ കാര്യത്തിലായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നത് 16 ഇഞ്ച് വീലാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു വീല് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു, വലുതാക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം കാരൻസ് അതനുസരിച്ചിട്ടുണ്ട്. 17 ഇഞ്ച് വീലുകളാണ് പുതിയതിനകത്ത് വന്നിട്ടുള്ളത്. ഡയമണ്ട് കട്ട് അലോയ് വീലാണ്. ഒരു ഡ്യുവൽ പാറ്റേണിനകത്ത് നമുക്കത് കാണാം. ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന കുറച്ച് ഗുണങ്ങൾ, ഒന്ന് ബ്രേക്കിംഗ് ഇമ്പ്രൂവ് ആവും, ഡ്രൈവിംഗ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് പരിശോധിക്കാം എന്നുള്ളതാണ്. വേറെ കാര്യം, സൈഡ് വ്യൂ മിറർ, അതിനകത്ത് ഇൻഡിക്കേറ്ററും 360 ഡിഗ്രി ക്യാമറയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി കൊടുത്തേക്കാനാണ് ഡു നോട്ട് ലോഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഗാർണിഷും നല്ല ഭംഗിയുണ്ട് അല്ലേ. ആ ഒരു ഡിഫറെൻ്റ് എലമെൻ്റ് ആയിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ശരിക്കും കാരൻസ് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തൊരു മോഡലായിരുന്നു കേട്ടോ കാരൻസിൻ്റെ. കാരണം കുറച്ചും കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നല്ല ഡിസൈൻ മികവുള്ള ഒരു 7 സീറ്റർ അല്ലെങ്കിൽ 6 സീറ്റർ എന്നുള്ള പാറ്റേണിലാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ ഇത് അങ്ങനെ തന്നെയാണ്. ക്യാപ്റ്റൻ സീറ്റുകളാണ് സെൻറ്ററിൽ വരുന്നതെന്നുണ്ടെങ്കിൽ 6 സീറ്ററും, ബെഞ്ച് സീറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 7 സീറ്ററായിട്ടും അവൈലബിൾ ആണ്. റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഒരു പുതിയ LED ടെയിൽ ലാമ്പ് സിസ്റ്റം. അത് പരസ്പരം കണക്റ്റിംഗ് ലാമ്പ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ. ഈ ഒരു സൈഡാണ് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിങ്ങനെ സൈഡിലേക്കും കൂടി കയറി നിൽക്കുന്നുണ്ട്. ഒരു വെറൈറ്റി ഫീൽ ശരിക്കും കിട്ടുന്നുണ്ട്. കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്ന ലെറ്ററിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. 7 സ്പീഡ് DCT, അതാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബമ്പർ ഡിസൈനും കാര്യങ്ങളും കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റിവേഴ്സ് ലാമ്പ് നമുക്കവിടെ കാണാം. എക്സോസ് പൈപ്പ് അത്ര വിസിബിൾ അല്ല, പക്ഷേ റൈറ്റ് സൈഡിൽ, അതായത് എൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്ത് ഇവിടെയാണ് നമ്മുടെ എക്സോസ് പൈപ്പിനെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. വൈപ്പർ യൂണിറ്റ്, ഡിഫോഗർ ലൈൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് സ്പോയിലർ വന്നിട്ടുണ്ട്. അതിനകത്തൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. അത് ഹാലജനാണ് കേട്ടോ. ഓക്കെ, ഷാർഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ക്യാമറ യൂണിറ്റ് നമുക്ക് കാണാം. ടെയിൽ ഗേറ്റ് ഓട്ടോമാറ്റിക് ഓപ്പണിംഗ് ഒന്നുമല്ല, നമ്മൾ മാനുവലി ഓപ്പറേറ്റ് ചെയ്യണം. 216 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഈ സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു 10-600 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി വരും. അത് ഇതേപോലെ ഇങ്ങോട്ട് പിടിച്ച് നിർത്താനുള്ള ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒറ്റ സൈഡ് മാത്രമാണ് ലാമ്പ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ്
ഇതിൻ്റെ റിയർ പ്രൊഫൈൽ ആൻഡ് ബൂട്ട് സ്പേസ്. ഇൻറ്റീരിയറിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇൻവോൾവ് 1ൻ്റെ പ്രൊഡക്റ്റുകൾ കഴിഞ്ഞ 2-2.5 വർഷത്തോളമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വാങ്ങി വളരെ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു പ്രൊഡക്റ്റാണ്. ആമസോണിലെ ബെസ്റ്റ് സെല്ലറാണ് ഇവരുടെ മസ്ക് എന്ന് പറയുന്ന ഫ്രാഗ്രൻറ്റ്. ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ ഒരു എയർ ഫ്രാഗ്രൻ്റ് ആണ്. അതിന് 2 ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. ഒന്ന്, നമ്മൾ 350 to 400 രൂപ കൊടുത്ത് നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു എയർ ഫ്രാഗ്രൻറ്റ്. അത് നമ്മൾ വാഹനത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ 2-3 മാസത്തോളം നമുക്ക് എന്ത് ചെയ്യും, നല്ല സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അതൊരു 3 മാസ കാലയളവോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തത് അവരുടെ ഒരു പ്രീമിയം പാക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് 1000 രൂപയാണ് വില വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിനകത്ത് നല്ല സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും. ഒപ്പം തന്നെ വാഹനത്തിനകത്തുള്ള സ്മെല്ല്, ഇപ്പം സ്മോക്കിൻ്റെ സ്മെല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ 2ൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ പർപ്പസ് അനുസരിച്ച് വാങ്ങി നോക്കുക, ഉപയോഗിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അഭിപ്രായം പറയാം. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരികയാണ്. ഒരുപാട് ചേഞ്ചുകൾ ഇൻറ്റീരിയറിലും വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കേട്ടോ, മാറ്റങ്ങളൊന്നുമില്ല. നോക്കൂ, വ്യത്യസ്തമായിട്ടുള്ള ഒരു കളർ പാറ്റേണിനകത്ത് വന്നിട്ടുള്ള കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് കിയ കാരൻസ് ക്ലാവിസിനകത്ത് വന്നിട്ടുള്ളത്. ഈ ഇൻറ്റീരിയർ പല ഓപ്ഷനുകളിലായിട്ട് അവൈലബിൾ ഉണ്ട്. ലെതർ ഉണ്ട്, സെമി ലെതററ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫാബ്രിക് ഉണ്ട്. അത് ഓരോ വേരിയൻ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 7 സ്പീഡ് DCT കൂടി വന്നിട്ടുള്ള ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതായത് അതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റ്. അതുകൊണ്ടാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുള്ളി ലെതർ ആംബിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓരോന്നായിട്ട് പരിശോധിക്കാം. ഡോർ ഹാൻഡിലേക്ക് വരാം. ഇവിടെ ലെതറാണ്, ഇത് പ്ലാസ്റ്റിക് ആണ്, ഇവിടെയൊക്കെ ലെതർ യൂണിറ്റ് ആണ്. ഈ ഒരു ഭാഗമൊക്കെ നല്ല രസമുണ്ടല്ലേ, ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തേക്കുന്നത്. പവർ വിൻഡോ കൺട്രോൾസ് ആൻഡ് മിറർ കൺട്രോൾസ് ഇവിടെ നമുക്ക് കാണാം. എല്ലാ വിൻഡോകളും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ആ തരത്തിൽ കാണാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള എലമെൻറ്റ് കാണാം. കുറച്ചുകൂടി ഒരു ഗ്ലോസി മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റം കാണാം. 8 സ്പീക്കർ ബോസ് മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സൗണ്ട് ക്ലാരിറ്റിയൊക്കെ അത്യാവശ്യം നല്ല തന്നെയായിരിക്കും. സ്റ്റോറേജ് സ്പേസ് ആൻഡ് വാട്ടർ ബോട്ടിൽ ഹോൾഡർ കാണാം. 3 വാട്ടർ ബോട്ടിലുകൾ അറ്റ് എ ടൈം കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ഇവിടെ ഒരു അംബ്രല ഹോൾഡർ പോലത്തെ ഒരു ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സീറ്റിലേക്ക് വരാം. സീറ്റിലേക്ക് വരുന്ന സമയത്ത് സീറ്റിൻ്റെ കാര്യത്തിൽ വന്നുള്ള ഒരു പാറ്റേൺ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർട്ടിക്കൽ ലൈൻസ് ആണ്. അത് കുറച്ചുകൂടി ഒരു പ്രീമിയം അപ്പീൽ കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ഇങ്ങനെയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വെൻറ്റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ നമുക്ക് 4 വേ ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അതും ഒരു നല്ല ഫീച്ചറായിട്ട് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നതാണെന്ന് പറയാം. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ മാനുവലിയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ലതാണ്. നോക്കൂ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ഒരു ഫീൽ ഗുഡായിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും. സ്റ്റിയറിംഗ് വീല് നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കിയ സിറോസിനകത്ത് ഉണ്ടായിരുന്ന സെയിം സ്റ്റിയറിംഗ് വീൽ പാറ്റേൺ ആണ് വന്നേക്കുന്നത്. കിയ എന്ന് പറയുന്ന ബാഡ്ജിങ് റൈറ്റ് സൈഡിലേക്ക് ഡി ഷേപ്പ്ഡ് ലെതറാണ്. അതും ഒരു ഡ്യുവൽ ടോണിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഡാസ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ലെഫ്റ്റിൽ കാണാം. ലൈൻ കീപ്പ് അസിസ്റ്റ്, അതുപോലെ തന്നെ ലൈൻ്റെ വാണിങ്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ബ്ലാ ബ്ലാ ബ്ലാ, വോളിയം അപ്പ് ആൻഡ് ഡൗണും, കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, മോഡ് സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണാം. മോഡ് സെലക്ഷൻ മീൻസ് നമ്മളെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മോഡ് സെലക്ഷൻ. ഇൻഡിക്കേറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വ്യൂ അവിടെ വരുന്നുണ്ട്. അത് ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. മറ്റൊരു വലിയ ചേഞ്ചാണ് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള 10.25 ഇഞ്ചിൻ്റെ 2 സിസ്റ്റങ്ങൾ ഒരുമിച്ച് വെച്ചേക്കാനാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലാണ് അത് ക്രമീകരിക്കപ്പെട്ടുള്ളത്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് നോക്കൂ, ഇവിടെ നമ്മൾ കണ്ട ആ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫാബ്രിക് മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത്. ഇത് നല്ല രസമുണ്ട്. എവിടെ നോക്കുമ്പോൾ എന്നറിയോ, ഇപ്പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഇവിടേക്ക് ഈ ഒരു ഏരിയയിലേക്ക് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്രമീകരിക്കപ്പെട്ടുള്ളത്. ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്. ഇവിടെ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം കാണാം. ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ നമുക്കിവിടെ കാണാം. മറ്റൊന്ന് പാനറമിക് സൺറൂഫാണ്. ഒരു സിംഗിൾ പാൻ സൺറൂഫും ഓപ്ഷണൽ ആയിട്ടുണ്ട്. ഈ വണ്ടീൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് കിയ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. 28% ആൾക്കാരും പ്രിഫർ ചെയ്യുമ്പോൾ സൺറൂഫുള്ള വണ്ടി പ്രിഫർ ചെയ്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ദാറ്റ് ഈസ് നൈസ് അല്ലേ? ആളുകൾ അങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. പക്ഷേ സൺറൂഫിന് വലിയ ഉപയോഗം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു ഉപയോഗം ഉണ്ടെന്നൊന്നും പറയുന്ന ഒരാളല്ല ഞാൻ. നമ്മൾ പലപ്പോഴും സർവേ നടത്തിയിട്ടുള്ളൊരു കാര്യമാണ്. വേറൊരു കാര്യം പറയാം, ഇതിന് ഉപയോഗമുണ്ടോ ഉപയോഗം ഇല്ല എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിലൂടെ കുറേ ആളുകൾ തലയിട്ട് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് നിർത്തിയിട്ടിട്ട് ഇതേപോലത്തെ ഒരു സീനിയറിക് പ്ലേസിൽ നിന്നിട്ട് അതിൻ്റെ ബ്യൂട്ടി ആസ്വദിക്കാനും പുറത്തേത്തെ കാഴ്ചകൾ കാണാനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോ, തെറ്റു പറയില്ല. പക്ഷേ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയിൽ കുഞ്ഞുങ്ങളിവിടെ കയറ്റി നിർത്തുന്നത് ഭയങ്കര അപകടമുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ 28% ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് റോട്ടിൽ നിന്ന് കല്ല് തെറിച്ച് വരാം,
അസുഖം മുഖത്തേക്ക് വന്നിട്ട് കല്ല് തട്ടാം, ചെറിയ ചെറിയ ചിപ്പുകളൊക്കെ തീർക്കും. നമ്മൾ വിൻഷീൽഡ് പൊട്ടാറുണ്ട് പലപ്പോഴും വണ്ടിൻ്റെ. എപ്പോഴും സംഭവിക്കുന്നല്ല, സംഭവിക്കാം. മറ്റൊരു കാര്യം, കാറ്റടിച്ചിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഭയങ്കര അപകട സാധ്യതയുള്ളൊരു സംഭവമാണ് അതിനകത്ത് കയറി നിൽക്കുന്നത്. അതൊന്ന് കെയർ ചെയ്യണം എന്നുള്ളൊരു കാര്യം വളരെ വിനയത്തോടുകൂടി 28% ആൾക്കാരോടൊന്ന് പറയണം കേട്ടോ. ഇനി ഈ ക്യാബിൻ സ്പേസിനെ കുറിച്ച് കൂടി സംസാരിക്കാം. കിയ അവകാശപ്പെടുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിൻ എന്നാണ്. കണക്ക് വെച്ചൊക്കെ അത് ശരിയാണ്. ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നോക്ക് 2 കൈ അല്ലേ, ഈ ഒരു കൈപ്പത്തിൻ്റെ അത്രയും ഹെഡ് റൂം നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് സൺറൂഫ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ എയറി ഫീൽ കിട്ടും. അതുപോലെ തന്നെ എല്ലാം നല്ല വിശാലമായിട്ടുള്ള, ഇപ്പോൾ ഇവിടെ കാല് തട്ടുന്ന ചില വണ്ടിയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാല് ഇവിടെ തട്ടും ചെറുതായിട്ടൊക്കെ. ബട്ട് അതെൻ്റെ ഡ്രൈവ് പൊസിഷൻ കീപ്പ് ചെയ്യും കേട്ടോ. എന്നാലും ഓക്കെ, പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നല്ല കാര്യമാണ്. സെൻട്രൽ കൺസോളിലേക്ക് വരാം. സെൻട്രൽ കൺസോളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ 2 സീറ്റും വെന്റിലേറ്റഡ് ആണ്. അതിൻ്റെ 2 കൺട്രോൾസ് ഒന്നുകൂടി നമുക്കിവിടെ കാണാം. ഒരു USB പോർട്ട്, 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ്, അതുപോലെ തന്നെ ഒരു C ടൈപ്പ് ചാർജർ തുടങ്ങിയിട്ടുള്ള കാര്യം കാണാം. വോയിസ് കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഓപ്പൺ ഓൾ വിൻഡോസ്. ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ക്ലോസ് ഓൾ വിൻഡോസ്. കണക്റ്റഡ് ഫീച്ചേഴ്സ് ഉണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഹെഡ് ലാമ്പ് ലൈറ്റ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ചെയ്യാം. AC-ൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലൂലിങ്ങിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി ഇതൊരു വയർലെസ് ചാർജിങ് യൂണിറ്റാണ്. ഇതിനകത്ത് 2 പാറ്റേണൊക്കെ ആയിട്ട് കൊടുത്തേക്കുന്ന ഭംഗിയുണ്ട് കേട്ടോ. ഒരു റബ്ബറാണ്, അതുകൊണ്ട് തന്നെ സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫോണും സേഫായിട്ട് എനിക്ക് തോന്നി. ഡ്രൈവ് മോഡ് സെലക്ഷൻ ബട്ടൺ ഇവിടെയാണ്. ഇതിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ നെക്കി സെലക്ട് ചെയ്തിട്ടില്ലേ, എക്കോ സ്പോർട്ട് നോർമൽ എന്ന് പറഞ്ഞിട്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ. ഓക്കെ, പാർക്കിംഗ് ക്യാമറ വ്യൂ, 360 ഡിഗ്രി ക്യാമറ വ്യൂ ഇതാണ് കാണുന്നത്. കുഴപ്പമില്ല, നമുക്ക് ആംഗിൾസൊക്കെ സെലക്ട് ചെയ്യാം. വിസിബിലിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല വെയിലായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ, അഡ്ജസ്റ്റബിൾ. അപ്പോൾ ആ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കണം ഈ 2 ഭാഗത്തായിട്ട്. പിന്നെ ഇവിടെ നമ്മൾ പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ്, അതുപോലെ തന്നെ ഹിൽ ഡീസൻ കൺട്രോളിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. DCT ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ്റെ ഒരു ഭാഗം കാണാം. ഇതൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനകത്താണ്. ഇതാണ് നോബ് വരുന്നത്. കൊള്ളാം, ഒരു പ്രീമിയം സ്റ്റൈലാണ്. താഴേക്ക് വരാം. ഇത് പ്ലാസ്റ്റിക്കിനകത്താണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇതവരുടെ കിയ ആക്സസറീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ട്രാഷ് ബിന്നാണ്. ഓക്കെ, ഇനി ഇത് വെന്റിലേറ്റഡ് ആണ്. അങ്ങനൊരു ഗുണമുണ്ട്. അതായത് കൂൾഡ് കപ്പ് ഹോൾഡറാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. അതിനകത്ത് കീ വെക്കാം. പാർക്ക് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ് ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമുക്കിവിടെ കാണാം. ഹാൻഡ് റെസ്റ്റ് ലെതറാണ്. അതിൻ്റെ താഴ്ഭാഗത്തൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പക്ഷേ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടും. ഇത് രസമായിട്ട് തോന്നി, ഒരു റിമൂവബിൾ സ്പേസ്. ഗ്ലോ ബോക്സ്, നൈസ്. ഇനി ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെയൊക്കെയാണ് AC വെൻറ്റും കാര്യങ്ങളൊക്കെ വന്നത്. ഇത് മൊത്തത്തിലൊരു പ്രീമിയം സെറ്റപ്പിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്പീഡോമീറ്ററിൻ്റെ ഡയലൊക്കെ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്, നല്ല റീഡബിളാണ്. അത് ഇൻട്രസ്റ്റിംഗ്. സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ നൈസ്. ഡിജിറ്റലിയും നമുക്കിവിടെ കാണിക്കും. എല്ലാം ഡിജിറ്റലാണ്, മീൻസ് ഫിഗറായിട്ട് ഇവിടെയും നമുക്ക് കാണിക്കും. ഇപ്പുറത്തതും കാണിക്കുന്നുണ്ട്. RPM 6500 മുതൽ ആണ് RPM റെഡ് ലൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഡ്രൈവ് മോഡിൻ്റെ ഇൻഡിക്കേഷൻ ബാക്കിയെല്ലാം നമുക്കവിടെ നമുക്ക് കാണാൻ പറ്റും. പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ട് DCT ആണ് അതുകൊണ്ട് കൊടുത്തിട്ട്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ടച്ച് റെസ്പോൺസീവ് ആണ്. ഇനി കളർ ടോൺ നല്ല ഭംഗിയുണ്ട്. ഒരു ലൈറ്റനിങ്, നമ്മുടെ LED ലൈറ്റൊക്കെ കൊടുക്കുന്ന പോലെ അല്ലേ. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ് തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാപ്പ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാപ്പ് ഇനാബിളായിട്ട് വരും. നാവിഗേഷൻ, അതുപോലെ തന്നെ ട്രാക്ക് നമുക്ക് നെക്സ്റ്റും സെറ്റ് ചെയ്യാം. റേഡിയോ സെലക്ട് ചെയ്യാം, മീഡിയ സെലക്ട് ചെയ്യാം, സെറ്റപ്പ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഓക്കെ, ഞാനത് ക്ലോസ് ചെയ്യാണ്. ഈ ബട്ടൻ്റെ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ ക്ലൈമറ്റ് കൺട്രോളാണ്. അതായത് മൾട്ടി ഫങ്ഷനിങ് ആണ് എന്ന് ചുരുക്കം. നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ഇവിടെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ആ തരത്തിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതൊരു പിയാനോ ബ്ലാക്കിനകത്താണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കമ്പനികൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പേസ് ലാഭമാണ്, മിനിമലിസ്റ്റിക് ആക്കാൻ സഹായിക്കും, അങ്ങനെ കുറേ ഗുണങ്ങളാണ് അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു ഫെസിലിറ്റിയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അത്യാവശ്യം റീഡബിൾ ആയിട്ടുള്ള ടച്ച് ആക്ടിവിറ്റികളാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്ന് ചുരുക്കം. ഇനി നമ്മൾ സെക്കൻഡ് റോ സീറ്റിലേക്ക് വരികയാണ്. ഹെഡ് റൂം ഒരു 8 പേരിൽ ഗ്യാപ്പുള്ള ഹെഡ് റൂമാണ് റിയറിൽ എനിക്ക് കിട്ടുന്നത്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, മാനുവലാണ്. അതുപോലെ റിക്ലൈനിങ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം. യെസ്, പിന്നെ ഇതാ ആം റെസ്റ്റ്.
ഇങ്ങനത്തെ ആംബ്രസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കറക്റ്റ് ഒരു പൊസിഷനിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നാറുണ്ട്. മറ്റേതിനെ പോലെയല്ല, മറ്റേത് കുറച്ചുകൂടി താഴ്ന്നിട്ടൊക്കെ നിൽക്കുന്ന പോലെ തോന്നും. പക്ഷേ ഈ സാധനം വെക്കുമ്പോൾ പകരമാണ്. വേറൊരു കാര്യം, ഇത് 6 സീറ്ററാണ്. അതുകൊണ്ടാണ് ഇതിനകത്തൊരു ഗ്യാപ്പും 2 ക്യാപ്റ്റൻ സീറ്റുകളും വന്നിട്ടുള്ളത്. മറ്റേനേക്ക് വരുന്ന സമയത്ത് 60-40 സ്പ്ലിറ്റ് സീറ്റാണ് വരിക എന്നുള്ളതാണ്. ഇവിടെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്തൊരു പെൻ ഹോൾഡർ, അതുപോലെ തന്നെ ഒരു കപ്പ് ഹോൾഡർ, മാക്സിമം ഒരു 3.5 kg വരെയൊക്കെയാണ് ഇതിനകത്ത് പറ്റുക. ലാപ്ടോപ്പ് വെക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട്. ഇനി ലെഗ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 5 വരെ ഗ്യാപ്പ് നമുക്കിവിടെ ഉണ്ട്. സോ വിശാലമായിട്ടിരിക്കാം. കാലമൊക്കെ അതിനകത്തൊക്കെ ഞാൻ കയറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ AC വെൻ്റ് ഇതാ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. റൂഫിൽ നമ്മൾക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ടെമ്പറേച്ചർ കൺട്രോൾ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ 2 C ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു കൂൾഡ് സ്റ്റോറേജ് ഏരിയയും കാണാം. ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും. മറ്റൊന്ന് ഇതാണ് സ്മാർട്ട് പ്യുവർ എയർ, ഒരു എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റമാണ്. വാഹനത്തിനകത്തുള്ള എയറിനെ പ്യൂരിഫൈ ചെയ്ത് നിലനിർത്താൻ ഇത് സഹായിക്കും. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ എയറിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കും. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. യെസ്, അങ്ങനെയാണ് റിയറിലേക്ക് വരുന്ന സമയത്തുള്ള ആക്ടിവിറ്റികൾ. ഡോർ സൈഡൊക്കെ സെയിം തന്നെയാണ്. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റവും ആ ഒരു എലമെൻറ്റുകളും ഒക്കെ നമുക്കിവിടെ കാണാം. പിന്നെ എക്സ്ട്രാ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. സോ ബാക്കിലിരിക്കുന്ന ആൾക്ക് കുറച്ചൊരു തണുപ്പ് കിട്ടാനും അല്ലെങ്കിൽ വെയിലിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ അത് സഹായിക്കും. ഇനി വേറൊരു കാര്യം, ഇതിൻ്റെ 3rd റോ ആണ്. 3rd റോയിലേക്ക് പോകാനുള്ള സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ടച്ചിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റാണ്. അത് ഒരു ബട്ടനാണ് ആക്ച്വലി. ആ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ഫോൾഡായിട്ട് വരും. ഇനി അഡ്രസ് ഒന്ന് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ബട്ടൺ വരുന്നത് കേട്ടോ. ജസ്റ്റ് കേട്ടോ, ആ ബ്യൂട്ടിഫുൾ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കയറിയിരിക്കാം എന്നുള്ളതാണ്. വിശാലമായിട്ടുള്ള ഒരു 3rd റോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ശരിക്കും കിയ ഈ ഒരു 3rd സീറ്റിലൂടെ അവതരിപ്പിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു എനിക്ക് കാല് കിട്ടും. ബിക്കോസ് ഞാൻ നല്ല നീളമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് ആക്ടിവിറ്റികളും C ടൈപ്പ് ചാർജിങ് പോർട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3rd റോ പാസഞ്ചേഴ്സിനെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് AC വെൻറ്റ് കാണാം. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 AC വെൻറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആണ്, തല മുട്ടുന്ന പ്രശ്നമില്ല, തല കാര്യങ്ങൾ. പക്ഷേ ലെഗ് റൂം അത് ആണ് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയത്. ഞാൻ പറയുന്നത് കുട്ടികളുടെ സീറ്റാണ്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക്, വലിയ ആളുകൾക്ക് മുമ്പിൽ വിശാലമായിട്ടിരിക്കാം, ചെറിയ ആളുകൾക്ക് ബാക്കിലും വിശാലമായിട്ടിരിക്കാം, അതായത് ചെറിയ കുട്ടികൾക്ക് എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് കാരൻസിനകത്ത് ഇല്ലാത്തതും ക്ലാവിസിനകത്ത് വന്നിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ ബോസ് സീറ്റ് ഫംഗ്ഷനാണ്. അതായത് ഈ സീറ്റിനെ നമുക്ക് ബാക്കിലിരുന്ന് കൺട്രോൾ ചെയ്യാം. അതിനിവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഇങ്ങോട്ട് പുള്ള് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സീറ്റിനെ മുന്നിലേക്കും ബാക്കിലേക്കും ആക്കാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബോസിന് ഇനിയും ലെഗ് റൂം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന ഒരു ഫീച്ചറാണത്. ഇനി എഞ്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു 1.5 ലിറ്ററിൻ്റെ 3 എഞ്ചിൻ വകഭേദങ്ങളാണുള്ളത്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. എല്ലാ കമ്പനികളും ഡീസൽ നിർത്തിയപ്പം കിയ സ്വാഭാവികമായിട്ടും ഡീസൽ എഞ്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടർബോ പെട്രോൾ എഞ്ചിനാണ്. എന്നാലും ഞാൻ 3 എഞ്ചിനുകളെ കുറിച്ചും വിശദമായിട്ടൊന്ന് സംസാരിക്കാം. ഒന്ന് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 115 HP പവറാണ് ഉൽപ്പാദിപ്പിക്കുക. അത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനകത്ത് മാത്രമാണുള്ളത്. 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് 160 ഹോഴ്സ് പവറാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനകത്ത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു 7 സ്പീഡ് DCTയും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണെന്നുള്ളത്. ബട്ട് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ അത് 116 PS പവർ ഉൽപ്പാദിപ്പിക്കും. അതിലേക്ക് വരുന്ന സമയത്ത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ ഇതിൻ്റെ പ്രൈസ് എവിടെയും അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. വേറൊരു കാര്യം, 20 വേരിയൻറ്റുകളായിട്ട് ഇത് അവൈലബിൾ ആണ്. അതായത് HTK പ്ലസ് എന്നൊക്കെ പറഞ്ഞു, പിന്നെ അതിൻ്റെ സബ് ഡിവിഷൻ അങ്ങനെയൊക്കെ കൂട്ടി നോക്കുന്ന സമയത്ത് മൊത്തത്തിൽ 20ഓളം വേരിയൻറ്റുകളായിട്ടും ഇത് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. നിലവിലുള്ള കാരൻസിനേക്കാളും ചെറിയൊരു പ്രൈസ് ഹൈക്കിലായിരിക്കും ഇത് വരിക. ഏറെക്കുറെ ഒരു 1 lakh to 2 lakh റുപ്പീസിനിടയിലൊക്കെ ചേഞ്ചസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ക്ലാവിസ് എന്ന് പറയുന്ന പേരിനെ കുറിച്ച് പറയാം. ക്ലാവിസ് എന്ന് പറയുന്ന പേര് ലാറ്റിൻ ഭാഷയിൽ ഗോൾഡൻ കീ എന്നർത്ഥം വരുന്ന ലാറ്റിൻ ഓറയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വാക്കാണ്. ഈ ഒരു വാഹനവും അതിൻ്റെ ഒരു പേരും കൂടി കൂട്ടിച്ചേർക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അതിന് അർത്ഥം പറയാം. ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗോൾഡൻ കീ ആണ് ക്ലാവിസ് എന്ന് പറയാം. എന്തിലേക്കുള്ള ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയിലേക്കുള്ള, ഭയങ്കര ലെഷറായിട്ടുള്ള മൊമെൻറ്റിലേക്കുള്ള, ടെക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡ്രൈവിലേക്കുള്ള, ഭയങ്കര അല്ലേ ഒരു പ്രീമിയം അപ്പീലിലേക്കുള്ള ഒരു ഗോൾഡൻ കീ ആണ് കിയ കാരൻസ് ക്ലാവിസ് എന്ന് പറയാം. നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ഏറ്റവും പുതിയ കിയ കാരൻസ് ക്ലാവിസ് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. അത് മുമ്പ് ഒരു കാര്യം പറയാം. ഈ സാധനം ഉണ്ടല്ലോ, അതായത് നമ്മളുടെ
ഈ ഒരു മൾട്ടി ഫങ്ഷനിങ് പർപ്പസ് പരിപാടി, ഇതിൽ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകും ഇതിപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കൺട്രോളിലാണോ ട്രാക്കിൻ്റെ കൺട്രോളിലാണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രൈവറിനെ ചെറിയ രീതിയിൽ, ഭയങ്കര നല്ല ചെറിയൊരു രീതിയിൽ ഡിസ്ട്രാക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ യൂസർ ടു ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേ അതിങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ഡ്രൈവ് എലമെൻറ്റുകളെ കുറിച്ച് പറയാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഒരു എയറി ഫീലോട് കൂടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു. മാത്രമല്ല നല്ലൊരു കമാൻഡിങ് പൊസിഷനൊക്കെ കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിൻ്റെ കൺട്രോൾസും നൈസാണ്. അത്യാവശ്യം ഈസി ആയിട്ട് ഈ വണ്ടീനെ മാനുവർ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന തരത്തിലാണ്. മറ്റൊരു കാര്യം DCT, അത് അത്യാവശ്യം നല്ലൊരു ഫീൽ ഗുഡായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്തും ആ ഒരു ഗിയർ ചേഞ്ചിൻ്റെ ഒരു ഫീലോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വ്യത്യാസമോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യാത്ത തരത്തിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സഹായിക്കും. അതിനാണ് DCT എന്ന് പറഞ്ഞാൽ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. 2 ക്ലച്ച് എൻഗേജ് ചെയ്തുകൊണ്ട് ട്രാൻസ്മിഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ഫീല് നമുക്ക് കിട്ടാത്തത് എന്നുള്ളതാണ് DCTയുടെ തത്വം. ചില ബ്രാൻഡുകൾ അതിന് DSG എന്നും പറയാറുണ്ട്. ആ കാര്യങ്ങളൊക്കെ വളരെ നൈസാണ്. ഇനി NVH ലെവൽ അങ്ങനെ ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ഞാൻ പറയില്ല, ബട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമുക്ക് വിൻ നോയ്സ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ റോഡ് നോയ്സും നമുക്ക് ക്യാബിനകത്തേക്ക് വരുന്നുണ്ട്. അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ഭയങ്കര നോയ്സ്ലെസ് മെഷീൻ എന്ന് നമുക്ക് പറയാമായിരുന്നു എന്ന തരത്തിലാണ് അത് ക്രമീകരിക്കപ്പെട്ടുള്ളത്. അഡാസിനെ കുറിച്ചും കൂടി പറയാം. നല്ല സ്പീഡിൽ പോകുന്ന സമയത്തും പതുക്കെ പോകുന്ന സമയത്തും ഒക്കെ തന്നെയും അഡാസ് പ്രോപ്പർലി സെൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അതൊരു കർവുണ്ട് ഇവിടെ വരുന്നത്. ഞാൻ ആ കർവിലേക്ക് അത്യാവശ്യം ഇപ്പോൾ 111 km/h വേഗതയിലാണ് പോകുന്നത്. ഉണ്ടാക്കിയ കർവ് പ്രോപ്പറായിട്ട് ആ കർവ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നൈസ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന സമയത്തും ആ ഒരു അഡാസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് സെൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലൈനില്ലാത്ത ചില ഏരിയയിലൂടെ ഒക്കെ പോകുന്ന സമയത്തും അത് ട്രൈ ചെയ്യണ പോലെ നമുക്ക് ഫീൽ ചെയ്തു. അതായത് സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കൺട്രോൾ സ്വയം ഏറ്റെടുക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ പെർഫെക്ഷൻ ഉണ്ട് അഡാസിനകത്ത് എന്നുള്ളതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. പിന്നെ പെട്ടെന്ന് സെൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ആ ലോറി അവിടെ നിന്ന സമയത്ത് കണ്ടില്ലേ, പെട്ടെന്ന് വണ്ടിനെ സ്ലോ ആക്കാൻ അത് സഹായിച്ചു എന്നുള്ളതും ഒരു കാര്യം. ഇനിയാണ് പ്രധാനപ്പെട്ട 1-2 ചേഞ്ചുകളെ കുറിച്ച് പറയാനുള്ളത്. ഒന്ന് സസ്പെൻഷനകത്ത് അങ്ങനെ കാര്യമായിട്ടുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒന്നും ക്ലാവിസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എവിടെയും പറഞ്ഞു കേട്ടില്ല. ബട്ട് ടയർ ഇമ്പ്രൂവ് ആയതുകൊണ്ട് തന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഫ്ലോയിങ് നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് സ്വാഭാവികമായിട്ടും വലിയ സൈസുള്ള ടയർ വരുന്ന സമയത്ത് വണ്ടിക്കകത്തുള്ള കംഫർട്ടിൻ്റെ കാര്യത്തിൽ എൻഡേർലി ചേഞ്ച് ഉണ്ടായിരിക്കും. ആ ഒരു ചേഞ്ച് നമുക്ക് നല്ല പോസിറ്റീവായിട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു ബമ്പൊക്കെ ചാടുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ബമ്പ് ഇല്ല, പക്ഷെ ഞാൻ ഇങ്ങോട്ട് ഈ ഒരു ഹൈവേയിലേക്ക് കയറുന്നതിന് മുമ്പ് കുറേ ബമ്പ് ചാടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബമ്പിൻ്റെ ഫീല് നല്ല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. കാര്യമായിട്ട് വാഹനത്തിനകത്തേക്ക് വരാത്ത തരത്തിൽ ആ ബമ്പ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് പറയാം. ഞങ്ങൾ ഇന്നലെ 4 ആളുകൾ ഇരുന്ന് ഈ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും സെന്തിൽ ബ്രോയും അതുപോലെ തന്നെ നോബിൾ ബ്രോയും അങ്ങനെ കുറച്ച് ആൾക്കാർ ഇരുന്നിട്ട് ഈ വണ്ടി ഓടിച്ച സമയത്ത് അത്യാവശ്യം പതിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ലക്ഷറിയസ് വാഹനത്തിനകത്ത് പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. സ്വാഭാവികമായിട്ടും ഈ വണ്ടി ഒരു 7 സീറ്ററാണ്. അപ്പം ഒരു 7 ആളുകളൊക്കെ വെച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ 6 ആളുകളൊക്കെ വെച്ച് പോകുന്ന സമയത്ത് മോർ കംഫർട്ടബിൾ റൈഡ് ശരിക്കും ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. കുറച്ചും കൂടി വെയിറ്റ് വരുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു വാഹനത്തെ ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നും എനിക്ക് തോന്നി. അപ്പോൾ സസ്പെൻഷൻ സൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, നല്ല ബമ്പ് ചാടിയാൽ പോലും വാഹനത്തിനകത്തേക്ക് കാര്യമായിട്ട് എഫക്റ്റ് വരാത്ത തരത്തിലുള്ള ഒരു സസ്പെൻഷൻ. ദാറ്റ് ഈസ് നമ്പർ 1. മറ്റൊന്ന്, വലിയ ടയർ സൈസ് വന്നുകൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ബ്രേക്കിംഗ് ആണ്. സ്മൂത്ത് ആൻഡ് ക്ലീൻ ബ്രേക്കാണ്. ഞാനിപ്പോൾ എത്ര പെട്ടെന്ന് താഴ്ത്തി നോക്കിയാൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ബ്രേക്കിംഗ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുന്നുണ്ട്. അതും ഒരു കിഡിലൻ ഫീച്ചറായിട്ട് നമുക്ക് എടുത്ത് പറയാം. സോ മൊത്തത്തിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാരൻസ് ഡ്രൈവ് ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് ക്ലാവിസ് ഡ്രൈവ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കരമായ മാറ്റങ്ങളാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് എന്നെടുത്ത് പറയാൻ പറ്റും. അത്രമാത്രം ചേഞ്ചസ് ഈ ചെറിയ കുറഞ്ഞ എലമെൻറ്റുകൾ മാറിയത് കൊണ്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എൻജിൻ സൈഡും ഡയമെൻഷൻ സൈഡും വലിയ മാറ്റങ്ങളൊന്നുമില്ല, നേരത്തെയുള്ള എൻജിൻ തന്നെയാണ്. പക്ഷേ ഈ ചേഞ്ചുകളും ഈ ഒരു എൻജിനും ഒക്കെ കൂടി ചേർന്ന് വരുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഗോൾഡൻ കീ എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ലെഷർ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ക്ലാവിസ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാനുള്ളത്. ഇനി നമുക്കിതൊന്ന് സ്പീഡിൽ ഓടിച്ചു നോക്കാം. 100 to 120 ഈ ഒരു ഹൈവേയുടെ സ്പീഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഒരു 100-110 ആ ഒരു റേഞ്ചിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാം എന്നുള്ളതാണ്.
നൈസ്, നല്ല ക്ലീൻ ഡ്രൈവാണ്. ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല. നല്ല നീറ്റായിട്ട് നല്ല എൻഗേജിങ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. വാവ്, നൈസ്. വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പാറിപ്പോകുന്ന പ്രശ്നം, ശരിക്കും ഈ വണ്ടിക്ക് ഇത് പോരാ, കുറച്ചും കൂടി പവർ കൊടുക്കാം എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാവുന്നത്. കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ അഡാസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി നമുക്കൊരു ധൈര്യമുണ്ട്. മീൻസ് സൈഡിൽ നിന്നൊക്കെ ഇത് സെൻസ് ചെയ്യുന്നതുകൊണ്ടും വരുന്ന ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നമുക്കൊരു ഡയറക്ഷൻ കിട്ടുന്നതുകൊണ്ടും ഒക്കെ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ്. ശരിക്കും നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ. അതാണ് ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കിയ കാരൻസ് ക്ലാവിസിനെ കുറിച്ച് പറയാനുള്ളത്. പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ ഒരു ഗോൾഡൻ കീ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അതിൽ തെറ്റില്ല. കാരണം അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവാണ്. ഒരു ഫാമിലിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല ഫൺ ഓറിയൻറ്റഡ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആണ്, പ്രീമിയം ആണ്. ലെതർ അപ്പോൾസ്ട്രീസും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല്, കണക്റ്റഡ് ടെക്സ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, സൺ റൂഫ്, വെന്റിലേറ്റഡ് സീറ്റ്, അങ്ങനെ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാ കാര്യം കൊണ്ടും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, ടർബോക്ക് 160 ഹോഴ്സ് പവർ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു മെഷീൻ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഗോൾഡൻ കീ എന്ന് പറയുന്ന ആ ഒരു പേരിനോട്, അല്ലെങ്കിൽ ക്ലാവിസ് എന്ന് പറയുന്ന ആ ഒരു നെയിമിനോട് ഓക്കെ ആയിട്ടുള്ള ഒരു മോഡലാണ് കിയ കാരൻസ് ക്ലാവിസ് എന്ന് നമുക്ക് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യം സംശയിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിലവിൽ ഇത് അനൗൺസ് ചെയ്തിട്ടില്ല. കാരൻസിനേക്കാളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാരൻസിനേക്കാളും കുറച്ചും കൂടി ഒരു പ്രൈസ് ഹൈക്കിലായിരിക്കും എന്തായാലും വരിക. കാരണം ധാരാളം പ്രീമിയം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ അത് എത്ര കൂടും എന്നുള്ളതാണ് കൺഫ്യൂഷൻ. ഞാനൊരു 1 ലക്ഷം വരെയൊക്കെയാണ് കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ബട്ട് നോക്കാം, ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വിഷയം കൂടി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.